വാർത്തയിലേക്ക് സ്വാഗതം. ആധുനിക കാഴ്ചപ്പാട് വച്ചു പുലർത്തിയ നേതാവാണ് ബാഫക്കി തങ്ങൾ എന്ന് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. അനിൽ കാഞ്ഞിലശ്ശേരിയുടെ പുസ്തക പ്രകാശനം പൂക്കാട് കലാലയത്തിൽ നടന്നു. ചേലിയ ആലങ്ങാട്ട് ക്ഷേത്ര മഹോത്സവം അതിഗംഭീരമായി കൊണ്ടാടി. പള്ളിക്കരയിൽ നടന്ന വോളി മേളയിൽ മലബാർ കാറ്ററിംഗ് സർവീസ് മേപ്പയൂർ ചാമ്പ്യന്മാരായി. Olivia Woods, customized interior furnishing and wooden furniture manufacturing, Hill Bazaar Road, മുച്ചുകുന്ന്. സമുദായത്തിന് വിദ്യാഭ്യാസ പുരോഗതി ഉണ്ടാക്കുന്ന കാര്യത്തിൽ ഏറെ ശ്രദ്ധ ചെലുത്തിയ നേതാവാണ് ബാഫക്കി തങ്ങളെന്നും ചന്ദ്രിക ദിനപത്രത്തിന്റെ തുടക്കത്തിലും വളർച്ചയ്ക്കും തങ്ങൾ നൽകിയ സംഭാവന വിലമതിക്കാനാവാത്തതാണെന്ന് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. ചന്ദ്രികയുടെ 90-ാം വാർഷികവും ബാഫക്കി തങ്ങൾ അനുസ്മരണവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഒരു പത്രത്തെ സംബന്ധിച്ചിടത്തോളം അത് പ്രധാനമാണ്. പത്രം കൈകാര്യം ചെയ്യുമ്പോൾ അതിൻ്റെ അണിയറ ശില്പികൾ വിശ്വസ്തരായിരിക്കണം. അവർ സാമൂഹികമായിട്ടുള്ള കാഴ്ചപ്പാടുകൾ ഉണ്ടായിരിക്കണം. എന്നതുപോലെ തന്നെ സാഹിത്യപരമായിട്ടുള്ള അഭിരുചി ഉണ്ടാകുന്നവരുമായിരിക്കണം. ഇതെല്ലാം മുൻകൂട്ടി കാണുവാൻ മഹാനായ ബാഫക്കി നമുക്ക് സാധിച്ചു. അതിൻ്റെ മികച്ച ഉദാഹരണമായി മഹാനായ സേജ് മുഖുവ സാഹിബിനെ പത്രാധിപ കസേരയിൽ ഇരുത്തുവാനും ബാഫക്കി തങ്ങളുടെ ആ ഒരു കാഴ്ചപ്പാടിലൂടെ നമുക്ക് കാണുവാൻ സാധിച്ചു. അതുകൊണ്ട് തന്നെയാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ചന്ദ്രിക ഈ 90-ാം വാർഷികം ആഘോഷിക്കുന്ന ഈ വർഷം അതുമായി ബന്ധപ്പെടുത്തി ബാഫക്കി തങ്ങളുടെ അനുസ്മരണവും ഈ കൊയ്യാണ്ടിയിൽ വെച്ച് തന്നെ നമുക്ക് നടത്തുവാൻ സാധിച്ചിരിക്കുന്നു. ഇവിടെ കൂടുതലായിട്ട് പറയേണ്ട കാര്യമില്ല. കൊയിലാണ്ടിയിലും അബദ്ധങ്ങളുടെ അതുപോലെ അനുസ്മരിക്കേണ്ടതില്ല. അബദ്ധങ്ങളുടെ ജീവിതത്തിലെ വിവിധ ഘട്ടങ്ങൾ അദ്ദേഹം ഒരു നല്ല വിദ്യാഭ്യാസ മേഖലയിൽ സമുദായത്തിൻ്റെ വിദ്യാഭ്യാസ കാര്യത്തിൽ ഏറെ ശ്രദ്ധ പുലർത്തിയ വ്യക്തിത്വമാണ്. മുന്നിൽ ഇവിടെ സൂചിപ്പിച്ചതുപോലെ നിരവധി വിദ്യാർത്ഥികൾക്ക് അദ്ദേഹം പഠന സഹായം എന്നുള്ളവർക്ക് അവരുടെ ഫീസ് കൊടുക്കാൻ ഓരോ മാസവും ഫീസ് കൊടുത്തിരുന്ന അദ്ദേഹം 10ഓളം വിദ്യാർത്ഥികൾക്ക് അദ്ദേഹം സ്ഥിരമായി മാസാന്തം സ്കൂളിൽ അന്നിപ്പോൾ സൗജന്യ വിദ്യാഭ്യാസമായിരുന്നല്ലോ ഫീസ് കൊടുക്കുവാൻ അദ്ദേഹം തിരഞ്ഞെടുത്തു. സേജ് മുഖുവ സാഹിബ് അതിൽപ്പെട്ട ഒരു വിദ്യാർത്ഥിയായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചു. അപ്പോൾ സ്കൂളിൽ ഫീസ് കൊടുക്കുക മാത്രമല്ല അദ്ദേഹം ചെയ്തത്. സപ്തകക്ഷി മന്ത്രിസഭയിൽ അദ്ദേഹം ആവശ്യപ്പെട്ട ഒരു പ്രധാന കാര്യം എന്നുള്ളത് മലബാറിൽ ഒരു യൂണിവേഴ്സിറ്റി വേണം എന്നുള്ളതായിരുന്നു. ഒരു നൂറ്റാണ്ട് കൊണ്ട് മുസ്ലിം ലീഗ് നാടിനും സമുദായത്തിനും നൽകിയിട്ടുള്ള നേട്ടങ്ങൾ മഹത്തരമാണെന്ന് PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. വെല്ലുവിളികൾ കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്, പുതുമയൊന്നുമില്ല. ഈ പറഞ്ഞ ചന്ദ്രിക തുടങ്ങിയ കാലം ബ്രിട്ടീഷുകാർ ഭരിക്കുന്ന കാലം. ബ്രിട്ടീഷുകാർ ഭരിക്കുന്ന കാലത്ത് തുടങ്ങിയില്ല. ബ്രിട്ടീഷുകാർ ഭരിക്കുന്ന കാലത്ത് ഈ പരിവർത്തനം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ബാഫക്കി തങ്ങളുടെയൊക്കെ ശ്രമം ആരംഭിച്ചില്ല. സംസ്ഥയുടെ അധ്യക്ഷനും പാർട്ടിയുടെ അധ്യക്ഷനും വലിയ പരിഷ്കർത്താവും കേരള രാഷ്ട്രീയത്തിൽ സ്ഥിരത ഉണ്ടാക്കിയ 2.5 കൊല്ലം കഴിയുമ്പോൾ ഗവൺമെന്റ് പൊട്ടി താഴെ പോവുകയും രാഷ്ട്രീയ സ്ഥിരത ഉണ്ടാക്കിയത് മുസ്ലിം ലീഗിന്റെ രംഗപ്രവേശത്തോടു കൂടിയാണ്, ബാഫക്കി തങ്ങളുടെ കാർമ്മികത്വത്തിലാണ്. അങ്ങനെയുള്ള ആ പരീക്ഷണങ്ങളൊക്കെ നടന്നത് വലിയ പ്രതികൂല സാഹചര്യത്തിലാണ്. നമ്മുടെ പൂർവ്വികരെ നമുക്കറിയാം, മലബാറിലൊക്കെ അനുഭവിച്ച വിഷമങ്ങൾ കണ്ട വെടിവെച്ചത്. അതിലും വലിയ പ്രതിസന്ധി ഇപ്പല്ല. മാപ്പിള ഔട്ട്റേജസ് ആക്ടിന്റെ ഇടയിൽ കൂടിയൊക്കെയാണ് അന്നത്തെ സമൂഹം മുന്നോട്ട് പോയത്. അപ്പൊ ഇനി വരാൻ പോകുന്ന പ്രതിസന്ധികൾ എത്ര വലുതാണെങ്കിലും അതിനെ നല്ല താക്കത്തോടുകൂടി, നല്ല ഇഖ്ലാസോടുകൂടി നേരിടാനുള്ള കഴിവും ഉണ്ടാവും. അതിൽ നേതൃത്വം വളർന്നു വരേണ്ടതുണ്ട്.
ദേശീയ ഓർഗനൈസിംഗ് സെക്രട്ടറി ഇ.ടി. മുഹമ്മദ് ബഷീർ, പി.കെ. ബാവ, ഡോക്ടർ എം.കെ. മുനീർ, മുനവറലി ശിഹാബ് തങ്ങൾ, സി.പി. ജോൺ, സിദ്ദീഖ് കാപ്പൻ, സി.പി. സേദലവി, എം.സി. മായൻ ഹാജി, സി.പി. ചെറിയ മുഹമ്മദ്, ഉമ്മർ പാണ്ടികശാല, പാറയ്ക്കൽ അബ്ദുള്ള, കമാൽ വരദൂർ, ലുക്മാൻ മമ്പാട്, പി. കുൽസു, നൂർബിന റഷീദ്, ബി.പി. ഇബ്രാഹിംകുട്ടി, മുനീബ് ഹസൻ, സി. ഹനീഫ എന്നിവർ സംസാരിച്ചു. അപ്പോൾ സിദി സാഹിബ് ആലോചിച്ചു, ഈ ചന്ദ്രികയ്ക്ക് വരിക്കാരെ ചേർക്കുന്നതിനും അതിന് ഒരു ഏജൻസിയെ കണ്ടെത്തുന്നതിനും എന്താണ് മാർഗം എന്നാലോചിച്ചപ്പോൾ സിദി സാഹിബ് ചന്ദ്രികയുടെ ചീഫ് ഏജന്റായി സെയ്ദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങൾ തന്നെ ആ സ്ഥാനം ഏറ്റെടുക്കണമെന്ന് പറയുകയുണ്ടായി. അങ്ങനെയാണ് സെയ്ദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങളാണ് ആദ്യത്തെ കോഴിക്കോട് വന്നപ്പോൾ ചന്ദ്രികയുടെ ചീഫ് ഏജന്റ് ആയിരുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് എന്നെ സഹായിക്കാൻ വേണ്ടി വരിക്കാരെ ചേർക്കാൻ ഞാനൊരു പയ്യനെ കൂടെ നിർത്തും. അങ്ങനെ അദ്ദേഹം ഒരു പയ്യനെ കൂടെ നിർത്തി. ആ പയ്യനാണ് പിന്നീട് ആ ചന്ദ്രികയുടെ സബ് ഏജന്റായി എല്ലാ സ്ഥലത്തും ചെന്ന് വരിക്കാരെ ചേർത്തുകൊണ്ടിരുന്നത്. അപ്പോൾ ആ പയ്യൻ ഇടയ്ക്കിടയ്ക്ക് ചില കുറിപ്പുകൾ എഴുതി ചന്ദ്രികയിൽ പ്രസിദ്ധീകരിക്കാൻ കൊടുക്കുകയും ചെയ്തിരുന്നതിനിടയിൽ അപ്പോൾ സിദി സാഹിബ് പറഞ്ഞു, നിങ്ങളുടെ ആ സബ് ഏജന്റായുള്ള പയ്യനെ ഞാൻ എഡിറ്റോറിയലിലേക്ക് എടുക്കുകയാണ്, നിങ്ങൾ വേറെ ഒരു സബ് ഏജന്റിനെ കാണുന്നതായിരുന്നു. ആ എഡിറ്റോറിയലിലേക്ക് എടുത്തത് എൻ്റെ പിതാവിനെയായിരുന്നു. അനിൽ കാഞ്ഞിലശ്ശേരിയുടെ രണ്ടാമത്തെ പുസ്തകമായ വേട്ടക്കാരനും നക്ഷത്രങ്ങളും പുറത്തിറക്കി. പൂക്കാട് കലാലയത്തിൽ നടന്ന സാംസ്കാരിക സായാഹ്നത്തിൽ പി.കെ. പാറക്കടവ് കന്മന ശ്രീധരന് നൽകി പ്രകാശനം നിർവഹിച്ചു. ഡോക്ടർ സിജു പുസ്തകം പരിചയപ്പെടുത്തി. ഒ.പി. സുമേഷ് മുഖ്യപ്രഭാഷണം നടത്തി. രണ്ടാമത്തെ ചെറുകഥാ സമാഹാരമാണ് വേട്ടക്കാരനും നക്ഷത്രങ്ങളും. ഒന്നാമത്തെ പുസ്തകം ഒസ്രണിലെ വേനൽമഴ. അത് കോഴിക്കോട് പേരക്ക ബുക്സ് ആയിരുന്നു പ്രസിദ്ധീകരിച്ചത്. അതിൻ്റെ 3 പതിപ്പുകൾ വിറ്റഴിയുകയും അതിന് തിരുവനന്തപുരം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന വാത്സ്യാനം പുരസ്കാരം ലഭിക്കുകയും ചെയ്തു കഴിഞ്ഞ വർഷത്തെ. രണ്ടാമത്തെ പുസ്തകത്തിൽ 10 ചെറുകഥകളാണുള്ളത്. ഈ 10 ചെറുകഥകളും വയനാടിൻ്റെ പശ്ചാത്തലത്തിൽ 3 കഥകളും മറ്റ് 7 കഥകൾ കോഴിക്കോട് നഗരം, കേരളത്തിലെ വിവിധ ഗ്രാമങ്ങളുമായി ബന്ധപ്പെട്ട് മൂന്നാർ, ഇടുക്കി ഗ്രാമങ്ങളൊക്കെ ബന്ധപ്പെട്ട കഥകളാണ്. ഞാൻ 1985-ൻ്റെയും 90-ൻ്റെ ഇടയിൽ ചെറുകഥകൾ എഴുതുകയും പിന്നീട് സജീവ പൊതുപ്രവർത്തനത്തിൽ പങ്കെടുക്കുകയും ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് എഴുത്ത് നിർത്തിയത്. വീണ്ടും 2020 ശേഷമാണ് എഴുത്ത് ആരംഭിച്ചത്. ഇപ്പം 3-ാമത്തെ പുസ്തകം തിരുവനന്തപുരത്തെ ചിന്താ ബുക്സ് കുറ്റിതേൻ എന്ന് പറയുന്ന പുസ്തകം ഈ മാർച്ച് അവസാനം അതിൻ്റെ പ്രകാശനം നടത്താൻ പോവുകയാണ്. ഈ വേട്ടക്കാരനും നക്ഷത്രങ്ങളും എന്ന് പറയുന്ന കഥ നമ്മുടെ ഗ്രാമത്തിൻ്റെ ഹൃദയം തുറന്നു വെച്ച കഥകളാണ്. പ്രണയമുണ്ട്, വിപ്ലവമുണ്ട്, ഏകാന്തതയുണ്ട്, ഒറ്റപ്പെടലുണ്ട്. അങ്ങനെ മനുഷ്യന്റെ എല്ലാ കാമനകളും കൃഷ്ണനുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് ഈ 10 കഥകൾ എഴുതിയത്. ഈ 10 കഥ പ്രസിദ്ധീകരിക്കുന്നത് കോഴിക്കോട് ഹരിതം ബുക്കാണ്. ഹരിതം ബുക്കിന്റെ വേട്ടക്കാരൻ നക്ഷത്രങ്ങളും ഇന്ന് ജനങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുകയാണ്. ചേമഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റ് സതി കിഴക്കയിൽ അധ്യക്ഷത വഹിച്ചു. കെ. ഭാസ്കരൻ മാസ്റ്റർ, യു.കെ. രാഘവൻ, എൻ.ബി. സദാനന്ദൻ, സുരേഷ് ഉണ്ണി, സൗദാമിനി ടീച്ചർ, എഴുത്തുകാരൻ അനിൽ കാഞ്ഞിലശ്ശേരിയും സംസാരിച്ചു. ഉള്ളിലൊരു കലാകാരനുണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. നേരത്തെ മാഷ് സൂചിപ്പിച്ചതുപോലെ നേരത്തെ എഴുതിയ പുസ്തകം സന്നളിയിലെ വേനൽമഴ, അത് വായിച്ച ആളുകൾക്കൊക്കെ തന്നെ വളരെ ഇഷ്ടപ്പെടുന്ന തരത്തിൽ, തന്മയത്തോടു കൂടി മനസ്സിലാകുന്ന തരത്തിലുള്ള ഒരു പുസ്തകമായിരുന്നു അതുകൊണ്ട് തന്നെ വലിയ അംഗീകാരമാണ് ആ പുസ്തകം എഴുത്തിലൂടെ ശ്രീ അനിൽ കാഞ്ഞിലശ്ശേരിക്ക് കിട്ടിയിട്ടുള്ളത്. കൊയിലാണ്ടി ചേലിയ ആലങ്ങാട്ട് ക്ഷേത്ര മഹോത്സവത്തിന് ഭക്തജന പ്രവാഹമായിരുന്നു. പരദേവതയും വേട്ടയ്ക്കൊരുമകനും പ്രധാന പ്രതിഷ്ഠയായുള്ള ആലങ്ങാട്ട് ക്ഷേത്രം ഇന്നും ആരിലും ഭക്ത്യാദരവ് നിറയ്ക്കുന്ന പ്രകൃതി സൗന്ദര്യം നിലനിൽക്കുന്ന ഗ്രാമീണ പശ്ചാത്തലമാണ്. ക്ഷേത്രത്തിന് പുറകിലായി കാണുന്ന അതിമനോഹരമായ കാവും ആരെയും ആകർഷിക്കുന്നതാണ്.
ഭക്തജനങ്ങൾ എത്തിച്ചേരുന്ന ക്ഷേത്രത്തിൽ ഉത്സവത്തോടനുബന്ധിച്ച് നിരവധി പേരാണ് അന്നദാനത്തിനുൾപ്പെടെ വന്നു ചേർന്നത്. ക്ഷേത്രം ട്രസ്റ്റി ഉണ്ണിമാധവൻ, പ്രമോദ്, വിശ്വനാഥൻ എന്നിവർ ടൈം ടിവിയോട് സംസാരിച്ചു. ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ വേട്ടയ്ക്കൊരു മകനാണ്. ഭഗവതിയുടെയും അയ്യപ്പൻ്റെയും പ്രതിഷ്ഠ വേറെയുണ്ട്. എല്ലാ വർഷവും കുംഭസംക്രമത്തിന് 2 ദിവസം മുമ്പാണ് ഉത്സവം നടക്കാറുള്ളത്. ഇത്തവണ അത് മാർച്ച് 28-നായിരുന്നു. ഉത്സവത്തിൻ്റെ പ്രധാന പരിപാടി തിറകളാണ്. നട്ടത്തറ, വേട്ടയ്ക്കൊരുമകൻ തറ, ഭഗവതിത്തറ, അതോടൊപ്പം താലപ്പൊലി ഉണ്ടായിരിക്കും. പള്ളിക്കരയുടെ വോളിബോൾ പാരമ്പര്യത്തെ അന്വർത്ഥമാക്കുന്നതായിരുന്നു PVC പള്ളിക്കര സംഘടിപ്പിച്ച വോളി മേളയുടെ ഫൈനൽ മത്സരത്തിലെ കാണികളുടെ ബാഹുല്യം. ആതിഥേയരായ PVCക്കുമേൽ നേടിയ ആധികാരിക ജയത്തോടെ മലബാർ കാറ്ററിംഗ് സർവീസ് മേപ്പയൂർ ടൂർണമെന്റിലെ ജേതാക്കളായി. Point goes to PVC 7-10 7-10. PVC പള്ളിക്കരയ്ക്ക് വേണ്ടി അഖിൽ 7-10.